സ്റ്റാർട്ട്. യെസ്, ആ മീനോടെ എത്തിക്കഴിഞ്ഞു. ഒരു ഹെവി സാധനം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ ഉണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരുമാതിരി ജെല്ല് പോലൊരു സാധനം കിടപ്പുണ്ട്. ഹായ് മച്ചന്മാരെ, മൈഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പം കൊല്ലത്താണ് വന്നത്. നമ്മുടെ ഭീമയുടെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വ്ലോഗ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭീമയുടെ വീട്ടിൽ ഒരു നാച്ചുറൽ പോണ്ട്, ഈ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ കുറച്ച് മീനുകളുണ്ട്, പിന്നെ ഒരു വലിയൊരു അലിഗേറ്റർ കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു ഡോഗുണ്ട്, പിന്നെ കുറച്ച് അങ്ങനെയുള്ള കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ആ മീനുകളെയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞതാണ്ട് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ വിഷ്ണുവിൻ്റെയൊക്കെ സതീഷ്, വിഷ്ണു, ഭീമ അങ്ങനെയുള്ള കുറേ പേരെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശത്തല്ല, ഞാൻ പറഞ്ഞ മീനുകളെയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല വിശാലമായൊരു കായൽ പോലത്തെ സംഭവം. നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു അരുവുതോട് പോലൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരുമാതിരി ജെല്ല് പോലൊരു സാധനം കിടപ്പുണ്ട്. വിഷമാണോന്നൊന്നും എനിക്കറിയത്തില്ല. അത് കാരണം ഈ സാധനം അത് വിഴിയണ കൊണ്ടില്ലേ, കണ്ടോ, ജീവനുള്ള സാധനം അത്. ഇതിങ്ങനെ നനങ്ങുന്നുണ്ട്, നമ്മൾ ജെല്ല് പോലെ കിടക്കുന്നുണ്ട്. ഇവിടെ ഉള്ളൊരു ചേട്ടൻ്റെ ചോദിച്ചപ്പം പുള്ളി ചൊറിയുന്നോ അങ്ങനെ എന്താണെന്ന് പറഞ്ഞു കേട്ടോ. കണ്ടോ, ഇതുണ്ടോ ഈ സൈഡിൽ കണ്ടോ, ഈ കിടക്കുന്നുണ്ടോ, ഇതൊക്കെ എന്തോ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം കണ്ടോ, ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഇതിൻ്റെ പേരെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ വീണ്ടും നമ്മുടെ ഭീമയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാം വന്ന് ഇവിടെ നിന്ന് കൊതിന്ന് നുണയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിന്ദു ചേച്ചി തൊട്ടപ്പുറത്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവത്തിലോട്ട് പോകാം. ഇത് കണ്ടോ, ഞാൻ നേരത്തെ നിങ്ങളുടെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിരുന്നു, ഒരു നാച്ചുറൽ പോണ്ടെന്ന്. ഇതാണ് ആ സ്ഥലം. നമ്മളിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഇരിക്കാം, കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാം, കസേരയ്ക്ക് ഊട്ടയുണ്ട്. ഇതുണ്ടോ, ഓൾറെഡി ഇതൊരു കുളം പോലെ സെറ്റ് ചെയ്തേക്കാണ്. ഇതിൽ ധാരാളം മീനുകളുണ്ടേ. ആണ് നമ്മുടെ ആ ഒരു കുളം. മീനുകളെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, ആ മൂല കണ്ടോ, ഈ ഒരു മൂല ഭാഗം കണ്ടോ, ഈ ഒരു മൂലയിലോട്ട് ഈ ഒരു കല്ല് ഞാൻ എറിയുവാണ്. അപ്പോൾ നമുക്ക് കാണാം മീൻ വരുന്നത്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. യെസ്, ആ മീനോടെ എത്തിക്കഴിഞ്ഞു. ഒരു ഹെവി സാധനം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് എറിഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ ആ മീൻ വന്നിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് അവനോട് വന്നത്. അതിനുശേഷം വീണ്ടും അവൻ ആ വെട്ടത്തിൽ നിന്നും വീണ്ടും തണലിലോട്ടങ്ങ് മാറും കേട്ടോ. ഞാൻ കുറച്ച് അടുത്ത് നിന്ന് കാണിക്കാവേ. വീണ്ടും അവൻ ഇവിടുന്ന് കാണിക്കാനായിട്ട് നമ്മൾ വന്നതാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇവിടുന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ സതീഷ് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അയ്യോ പാവ, 3 മുഷിയുണ്ടല്ലേ. എൻ്റെ വേറൊരാളിവിടെ ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. ഉണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഒരു ക്യാറ്റ് ഫിഷ് മോഡലിൽ ഒരാളിവിടെ ഇങ്ങനെ നടപ്പുണ്ട്. അവിടെ വേറൊരാൾ ദൈവം കൂടെ പോകുന്നുണ്ടോ, ജസ്റ്റ് ശ്രദ്ധിച്ചാണോ എനിക്കറിയാം. വലിയ കാണിച്ചേ. ഓക്കെ, അപ്പോൾ സതീഷ്, ഞാൻ പറഞ്ഞിട്ട് അറിയാവേ, സൈലൻ്റ് ആയിരിക്കണം. ഞാൻ നോക്കട്ടെ, ക്യാമറയ്ക്ക് നോക്കട്ടെ എത്ര മാത്രം കണ്ടോ. ആ സ്ഥലം കണ്ടോ, ആ മൂല, ആ വെട്ടമുള്ള, അങ്ങോട്ടങ്ങ് എറിഞ്ഞു കല്ലിട്ടോ. നീ നിൻ്റെ അടുത്ത് ഇടാൻ ഞാൻ പറഞ്ഞത് എവിടെ, നീ ഇട്ടത് എവിടെ? സമ്മതിച്ചു. അതല്ലടാ, നമുക്കില്ല, അവിടെ ആയിരുന്നു വരേണ്ടത്. ഇല്ല, മൂലക്കായിരുന്നു അറിയേണ്ടത്. അതുകൊണ്ട് മൂലയ്ക്ക് ഒരുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ മൂല കാരണം അറിയാൻ പറ്റുമെങ്കിൽ ഓക്കെ. ഒരാൾ പൊങ്ങി വന്നിട്ട് പോകുന്നുണ്ടോ? മൂലയ്ക്ക് അറിയണം. മതി. ഇവന്മാരെ ചെന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ള ആരും വന്നിട്ടില്ല. നേരത്തെ അവനെ പറ്റിച്ചാണെന്ന് മനസ്സിലാക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് നല്ല അടിപൊളി സംഭവം. നിങ്ങൾ ആദ്യം കണ്ടവൻ്റെ ഏറിയാണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട്, തോണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു അലിഗേറ്റർ ഗാർഡനാണ് കേട്ടോ. നമുക്ക് അതിനൊന്ന് പോയി കാണാം. അപ്പം എന്താണ്ട് നമ്മുടെ അലി ഭായ് ഇതിനകത്താണ് ഉള്ളത്. പിന്നെ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സതീഷ് ഇഞ്ഞ് വാടാന്ന് കൈയിറ. സതീഷേ വരും, ഞാൻ പറയുന്നത് കാര്യം വായന കൊണ്ട് കൈയൊക്കെ അല്ലേ. ഇതാണ്ടേ അതിൻ്റെ തല കിടക്കുന്നത് ഇവിടെ കണ്ടോ, കിടക്കുന്നുണ്ടോ? ഈ നടുക്കൊന്ന് കൈ തട്ട്, നല്ലോണം തട്ട്, അനക്കം തട്ടണം. അനക്കില്ലല്ലേ. അപ്പോൾ ഇവിടെ കിടക്കുവാന്നല്ലേ, വെള്ളം കലങ്ങി കിടക്കും, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അലീബായി ഇവിടെ ഞാൻ കണ്ട് അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് ആശൻ. നല്ല ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് കളറുണ്ടോ, അതാണ്ട് ഈ മൂല കിടപ്പുണ്ട് ചേച്ചി. അവിടെ കിടപ്പുണ്ട്, ഈ മൂല കിടപ്പുണ്ടത്. ഇങ്ങനെ വരത്തില്ല, അപ്പം മൊത്തം നശിപ്പിച്ച്. ഗൈസ്, ഞാനല്ല കുറ്റം, എല്ലാം സതീഷ് കേട്ടോ. ഇല എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അനങ്ങിയില്ലയോ.
ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയെ കൊള്ളായിരുന്നു. അതോ പോന്നു എന്ത് അവിടെ ഒന്നുമില്ല. ഇവിടെ ഞാൻ കിടപ്പുണ്ടായിരുന്നു. നോക്കട്ടെ, തപ്പി കണ്ടുപിടിക്കണം. കുറേ ചുമന്ന മീനുകൾ കിടപ്പുണ്ടോ? അത് പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. അതിന് തോനെ നേരം വെള്ളത്തിനടി കിടക്കാൻ പറ്റത്തില്ല. അത് ഇതാണോ സ്ഥലത്ത് കേട്ടോ. നിങ്ങൾ ഇതിൽ കാണുന്ന കണക്കൊന്നുമല്ല, നല്ല വലിപ്പമുണ്ട്. അതിന് വേറെടുക്കാൻ വേണ്ടി മിക്കവാറും ഒന്ന് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു. കണ്ടവർ കറക്റ്റായിട്ടുള്ള ഒരു ആംഗിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റണേ. യെസ് ഗായ്സ്, അത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഇത് നല്ലോണം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ട, നമ്മൾ കുറേ നേരം ലേറ്റ് ചെയ്തിട്ടാണ് അവൻ ഇപ്പോഴിങ്ങനെ കാണാൻ പറ്റിയത്. ഈ വെള്ളത്തിനകത്ത് ഫുൾ ആൽഗ ആയതുകൊണ്ടാണ് കേട്ടോ നല്ലോണം കാണാൻ പറ്റാത്തത്. താണ്ടേ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അലിബായ്. പിന്നെ ഇവിടെ തകൃതിയായിട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭീമയുടെ വീട്ടിൽ വന്നപ്പോൾ പലപ്പോഴായിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ്, ഇത്തരം ജീവികൾ ഇവിടെ ഉണ്ട്, അവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കണമെന്ന്. ഇതാണ് ആ ജീവി. ഇതാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഇറങ്ങിയത്. നാക്കുപൂച്ചി ഇതെല്ലാം അങ്ങനെയുണ്ട്. ഇതെല്ലാം എല്ലാവരും വേറെ രീതിയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഭീമയാണ് കരയുന്നത്. എന്തിനാ? ഇല്ല, കുഴപ്പമില്ല, എപ്പോഴും കരച്ചിലേ ഉള്ളൂ. എന്തുറ്റി ഒന്നുമില്ലേ? അയ്യോ, ആ എൻ്റെ ലുക്ക് കാണിച്ചു തരാം. ഞാൻ മുടിയൊക്കെ വെച്ചത് ഞാനിപ്പോൾ ഒരു വെറൈറ്റി ലുക്കായിരുന്നു. മുല്ലപ്പൂ പള്ളിയിലു ആ പല്ലിയിലു. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതാണ് ഞങ്ങളുടെ എല്ലാം ക്യാമറാമാനായ ഹരിചന്ദന മഴയിലെ മധുവായി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അത് മാത്രമല്ല, കുറേ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ പുളിഞ്ചിക്കുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നാച്ചുറൽ പോണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഗായ്സ്, ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പലപ്പോഴും വിചാരിക്കുന്നതാണ്, ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഉള്ള കുറേ മീനുകളായാലും, അയ്യോ ഇവിടെ ഡോഗ് ഉണ്ട് കേട്ടോ, ലക്കി എന്ന് പറഞ്ഞ ഡോഗുണ്ട്. അവളെ കാണുന്നില്ല. എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലാസ്റ്റ് അവളെ കാണുമെങ്കിൽ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ മീനിൻ്റെ ഒക്കെ പേര് നേരത്തെ അവിടെ ഒരു കടലിലെ കായലിൽ ഒരുമാതിരി ജെല്ല് പോലെ സാധനം കിടന്നില്ല. ജെല്ലി ഫിഷ് അല്ല, വേറെന്തൊരു ഫിഷാണ്. അതിൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ അറിയാത്തവർക്കും കൂടെ അത് ഉപകാരപ്പെടും. പുതിയ വിശേഷമായിട്ട് മറ്റു വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഞാൻ നേരെ വൈൻഡപ്പിന് മുമ്പ് പറഞ്ഞായിരുന്നു, ലക്കി അല്ല കേട്ടോ, ലൗലി. ഇതാണ് കേട്ടോ ലൗലി. ഇഷ്ടംപോലെ ഏജുള്ളൊരു കൊച്ചാണ്, ഭയങ്കര കൂട്ടാണ്. ഹലോ ലൗലി, ഹലോ അലിമൊലാഞ്ഞു. നല്ല ഏജുണ്ട് കേട്ടോ. കുറേ പ്രസവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൊച്ചുങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടു. കാരണം നല്ല സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ലൗലി ഫേസ് ചെയ്യുന്നുണ്ട്. ക്യാമറ നോക്ക്, കണ്ടോ? ക്യാമറ നോക്ക്. ചേടാ ചൂടാണ്, നമ്മൾ വെള്ളം കുടിച്ചോ? ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, ഇവിടെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഇതാണ് നമ്മുടെ ലൗലി. ഇവിടെ നല്ല ഏജാണ്. ഇവിടെ ഈ നാട്ടുകാർക്കെല്ലാം ഫേമസ് ആയിട്ടുള്ള ഡോഗും കൂടാണ്. ഭയങ്കര കമ്പനിയാണ് കേട്ടോ എല്ലാവരുമായിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള പട്ടികളൊക്കെ ഇവിടെ കടിക്കാൻ വന്നു ഇവൾ മൈൻഡ് ചെയ്തില്ല. വളരെ കണ്ണി നോക്കിക്കൊണ്ടങ്ങ് നിൽക്കും. അല്ല തിരിച്ചടിക്കാൻ പറ്റും. അവസാനം അവന്മാർ കുരച്ച് ഒരു പരുവാകുമ്പം അവന്മാരെ കൂടി പോയിക്കോളും. അതാണ് നമ്മുടെ ലൗലി മോൾ. ബൈ.